എന്തായാലും നമുക്ക് നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു അല്ലെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നിരന്തരം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പലതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇതൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ അല്ലെ അവിശ്വസനീയമാണ്. കാര്യം ഇതിപ്പം പലരും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പലരും ഇതിന്റെ ക്ലെയിം എടുക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടു, ഇമ്പാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ടെങ്കിലും ഇതിനിടയ്ക്കും ഒരു നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു CPM-ന്റെ പാനലിസ്റ്റും ചോദിച്ചു ഇത് തുടങ്ങിയത് എവിടെ, എങ്ങനെയെന്ന്. ഗൗതം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതെ, നിങ്ങൾ രണ്ടാളും കൂടി രാവിലെ പുത്തമ്പുലയിൽ ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കിടയിൽ ഗൗതമിന്റെ ടീമിൽ നിന്ന് മിഥുൻ മുരളി ചാടിപ്പോയി ബ്രേക്ക് ചെയ്ത വാർത്തയാണിത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞിരുന്ന സ്വർണം കാണാതായി എന്നല്ല ആദ്യത്തെ വാർത്ത. അത് അനുവാദമില്ലാതെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി, ചട്ടലംഘനമാണ്, ആചാര ലംഘനമാണ്, കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ വാർത്ത. തുടർന്ന് ഇത് സംബന്ധിച്ച് ശ്രീ ജയകൃഷ്ണൻ, സ്പെഷ്യൽ കമ്മീഷണർ, അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് 2019 ഇത് നടന്നിരുന്നുവെന്നും അതിനുശേഷമാണ് അവിടെ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടുവെന്നും ഇത് സ്വർണ്ണ കൊള്ളയെന്നും സ്വർണ്ണ കവർച്ചയെന്നും ആദ്യം വിളിച്ചത് ജനൻ TV തന്നെയാണ്. മറ്റൊരു മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞില്ല ദിവസങ്ങളോളം. ആലോചിച്ച് ചർച്ച ചെയ്ത് ആ ടേം നമ്മൾ കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് മറ്റു പല ചാനലുകളും അത് കൊള്ള, കവർച്ച, അങ്ങനെ അവർ മാറി മാറി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓരോ ദിവസവും നമ്മൾ ചോദിക്കുകയാണ്, വിറ്റോ വിശ്വാസം. എന്തായാലും നമുക്ക് വൈകേണ്ട, പ്രജിത്തിന്റെ ഒരു ഒപ്പം തന്നെ എന്തായാലും ഈ കുറ്റപത്രം വൈകുന്നത് സംബന്ധിച്ചിട്ട് ആണ് ആദ്യത്തെ വാർത്ത. ബ്രേക്കിംഗ് വാർത്ത അങ്ങനെ വെച്ചിരിക്കുകയാണ് അല്ലേ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ കുറ്റപത്രം വൈകുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിൽ ആണ് ആരോപണം. കോടതി വിമർശനവുമായി രംഗത്തെത്തിയിട്ടും അന്വേഷണ സംഘം നടപടികൾക്ക് വേഗം കൂട്ടാത്തതും സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിലും കുറ്റപത്രം വൈകുന്നതിലുമെല്ലാം കോടതി SITയെ വിമർശിച്ചിരുന്നു. പ്രജിത് മോഹനും ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്വേഷണം ഇരുട്ടിൽ തപ്പുകയാണോ SIT, അതോ ഇത് അന്വേഷണം ആരെങ്കിലും വഴിതെറ്റിക്കുന്നതാണോ, സമ്മർദ്ദമുണ്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന് നിരന്തരം പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ എന്ന കാര്യം വളരെ സ്വാഭാവികമായി മുരാരി ബാബു ഇറങ്ങുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ള വഴി ഒരുങ്ങി വരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ട് അവിടെ നിന്നെല്ലാം തള്ളുകയാണ്. കോടതി പോലും പറയുന്നു എന്നുള്ളതാണ് അതിരൂക്ഷമായിട്ട്. സുപ്രീം കോടതി പോലും എന്താണ് ചോദിച്ചത്? അതെ, എന്തുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കോടതി, സുപ്രീം കോടതിയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹർജി നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. എന്നിട്ട് പോലും നമുക്ക് ഒരു നമ്മുടെ ബാക്കി പോട്ടെ, അന്വേഷണം പൂർത്തിയാവാനുണ്ട്, ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കണം. ഇടക്കാല കുറ്റപത്രം എന്നുള്ളത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ കലമെങ്കിലും അകത്ത് കിടക്കും. അത് മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടില്ലേ എന്ന ആശങ്ക കോടതി പ്രകടിപ്പിക്കുകയാണ്. കോടതി തന്നെ പറഞ്ഞു, അത് ഈ വിവിധ കോടതികൾ ജാമ്യം നിഷേധിച്ചവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചു. ഇതുവരെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതിനെ ഭരണകക്ഷി നേരിട്ടിരുന്നത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പോലും പറഞ്ഞു ന്യായീകരിച്ചു എന്നുള്ളത്. അതെ, ഇപ്പൊ ആ ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി SITയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഇരട്ടത്താപ്പ് വെളിച്ചത്താവുകയാണ് അല്ലേ? പ്രതിഭ രാഖി, അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വ്യാപക സംശയങ്ങളാണ് പൊതുവിടങ്ങളിലടക്കം ഉയരുന്നത്. പ്രത്യേകിച്ച് ഒരു കേസ് അന്വേഷണം ഉണ്ടാകുന്നു. ഇതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച പോലെ ഇത്ര വലിയ മാനങ്ങളുള്ള ഒരു കേസ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കേസ്, അതിലെ പ്രതികൾക്ക് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ആവർത്തിച്ച് ജാമ്യാപേക്ഷകൾ കൊണ്ടുപോകുമ്പോഴും സുപ്രീം കോടതി വരെ ആ ജാമ്യാപേക്ഷകൾ തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾ സ്വർണം കട്ടവരല്ലേ, ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചവരല്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് മാത്രം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്
വേഗം പോരാ എന്നുള്ള വിമർശനം ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസിലെ പല പ്രധാനപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പല അന്വേഷണം നടത്തുന്നതിലുമെല്ലാമുള്ള വീഴ്ചകൾ ആദ്യഘട്ടം മുതൽ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചത്. നേരത്തെ ശങ്കർദാസിൻ്റെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണോ വിമർശനം ഉണ്ടായത്, 2025 ദേവസ്വം ബോർഡ് സമിതിയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ ചോദ്യം ചെയ്യാത്തതിൽ എങ്ങനെയാണോ വിമർശനം ഉണ്ടായത്, അതിലും രൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം ഉണ്ടായത്. കോടതി ചോദിച്ചത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കൃത്യസമയത്ത് കുറ്റപത്രമടക്കമുള്ളവ സമർപ്പിക്കുകയും പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കുകയും വേണ്ടേ എന്നുള്ളതാണ്. ഇതിനുവേണ്ടി എന്തുകൊണ്ട് SIT നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമുയർന്നു. അങ്ങനെയാണ് ഈ SITയുടെ നടപടികളിൽ വീണ്ടും സംശയങ്ങൾ ജനിക്കുന്നത്. ആദ്യഘട്ടം മുതൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ സ്വീകരിച്ച മെല്ലെപ്പോക്ക്, PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച മെല്ലെപ്പോക്കും രഹസ്യാത്മകതയും ഒപ്പം പലരെയും ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ഒക്കെ വൈകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതും പ്രതികൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച ഒരു നിലപാടാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നത്. കാരണം സ്വാഭാവികമായി ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, 90 ദിവസത്തിലധികം ജയിലിലും റിമാൻഡിലുമായി കഴിയുന്നു, കസ്റ്റഡിയിലുമൊക്കെയായി കഴിയുന്നു. അങ്ങനെ തുടരുമ്പോൾ സ്വാഭാവികമായും നേരത്തെയുള്ള സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്. പ്രത്യേകിച്ച് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജാമ്യം ലഭ്യമാകേണ്ടതുണ്ട്. അത് ഒരു മാനുഷിക പരിഗണനയോ അല്ലെങ്കിൽ മനുഷ്യാവകാശമോ ഒക്കെ കണക്കിലെടുത്ത് കോടതികളുടെ വിധിയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന അന്വേഷണ സംഘം കോടതികൾ പോലും ജാമ്യം നൽകാൻ, പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി പലതവണ ജാമ്യാപേക്ഷ നിരസിച്ചിട്ടും ഒടുവിൽ സ്വാഭാവിക ജാമ്യം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കോടതികളെ തന്നെ തള്ളിവിടുന്നു എന്നുള്ളതാണ് ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണം തുടങ്ങി ഇത്രയും ദിവസമായിരിക്കുന്നു. ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ കേസിലെ ആദ്യം ജാമ്യം ലഭിക്കുന്ന ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഇനി ഫെബ്രുവരി 2-ന് കട്ടിളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ട് ഏതാണ്ട് 90 ദിവസം തികയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് മുൻപെങ്കിലും ഒരു ഇടക്കാല കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചില്ല എങ്കിൽ ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവിക ജാമ്യം തേടി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതോടുകൂടി ഇതിൽ അറസ്റ്റിലായിരിക്കുന്ന മറ്റ് പലർക്കും ജാമ്യം ലഭിക്കുന്നത് മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്നുള്ള സംശയം തന്നെയാണ് ഉയർത്തുന്നത്. പ്രജിത്തിന്റെ ബ്രേക്കിംഗിലേക്ക് നമുക്ക് വേഗം എത്താം.